പ്രിയപ്പെട്ടവരെ, കേരളത്തിലും നല്ല മഴയാണ്. ചിലയിടങ്ങളിൽ വേനൽ മഴയിൽ വ്യാപക നാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ പുലർച്ചെ നല്ല മഴ പെയ്തു. കോഴിക്കോടും പാലക്കാടും ഇന്നലെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടവും ഉണ്ടായി. കോഴിക്കോട് വളയത്ത് മതിലിടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. നാദാപുരം തിരുവള്ളൂരിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. നിരവധി വീടുകളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. പാലക്കാട് വടക്കഞ്ചേരി, മുടപ്പല്ലൂർ, വണ്ടാഴി മേഖലകളിൽ നിരവധി വീടുകളും വൈദ്യുതി തൂണുകളും മരം വീണ് തകർന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. സാന്ത്വന സജുവും ഇക്ബാൽ അറക്കലും ചേരുന്നുണ്ട് തത്സമയം. ആദ്യം സാന്ത്വനയിലേക്ക്. സാന്ത്വന, ഗുഡ് മോർണിംഗ്. കാലവർഷവും കൂടി വരാൻ പോവുകയാണ്. അതുകൊണ്ട് വേനൽ മഴ കാലവർഷത്തിലേക്ക് വഴിമാറി കൊടുക്കും. ഇടവം ഇന്ന് ഒന്നായി കഴിഞ്ഞു. ഇനി ഇടവപ്പാതിയാണ്. ഇടമുറിയാത്ത മഴയാണോ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോ വേനൽ കഴിയുന്നു അല്ലേ? ഔദ്യോഗികമായി നമ്മൾ വേനൽക്കാലം കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരുന്നത്. ശക്തമായ വേനൽ മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതെന്തായാലും വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെയും ശക്തമായ മഴയാണ് രാവിലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ തന്നെയും ഇന്ന് പുലർച്ചെയൊക്കെ വലിയ ശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ഇന്നിപ്പോൾ 6 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 6 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയുണ്ട്, മലപ്പുറം, കോഴിക്കോട് എന്നിങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ജില്ലകൾ. അതുപോലെ തന്നെ വരുന്ന 2 ദിവസത്തേക്ക് കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ മഴ മാത്രമല്ല, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷവും വരും ദിവസങ്ങളിൽ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം കേരളത്തിലായിരിക്കില്ല കാലവർഷം എത്തുന്നത്. 16ഓടുകൂടി തന്നെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കൊക്കെ തന്നെയും കാലവർഷം എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം കേരളത്തിലേക്കും വരും. ഈ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ മഴ ആയിരിക്കില്ല, ഇടമുറിയാത്ത മഴ തന്നെയായിരിക്കും ഉണ്ടാകുക. എന്തായാലും ജാഗ്രത കൈവിടരുത് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴയൊക്കെ ആസ്വദിച്ചുകൊള്ളൂ. ഇനി ഒരു മൺസൂൺ സീസണാണ് വരാൻ പോകുന്നത്. മൺസൂൺ കാലത്ത് പ്രത്യേക പരിചരണമൊക്കെ ഉണ്ടാവണം, പ്രത്യേക കെയറും ഉണ്ടാവണം. ഇക്ബാൽ പാലക്കാട് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, കനത്ത മഴയിൽ കനത്ത നാശമാണ് പലയിടത്തും. വേനൽ മഴ തന്നെ ഇത്ര ശക്തമാണെങ്കിൽ കാലവർഷം എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അരുൺകുമാർ, പാലക്കാട്ടുകാരെല്ലാം ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം കടുത്ത ചൂടായിരുന്നു ഈ വേനലിൽ പാലക്കാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടുണ്ടായ മഴ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പേമാരിയായാണ് പാലക്കാട് ജില്ലയിൽ വർഷിച്ചത്. പ്രത്യേകിച്ചും ആലത്തൂർ, വടക്കഞ്ചേരി, വണ്ടാഴി, നെന്മാറ മേഖലയിലാണ് ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടത്. വടക്കഞ്ചേരി പ്രധാനിയിൽ 15 വീടുകളാണ് ഈ കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് തകരുന്ന സാഹചര്യം ഉണ്ടായത്. വണ്ടാഴി CVM UP സ്കൂളിന് മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണ് ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു. അവിടെ ഈ സ്കൂളിലെ ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. കനത്ത മഴ പെയ്തതോടുകൂടി ആ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി വന്ന തൊഴിലാളികൾ ഈ ഓടുമേന മേൽക്കൂരയ്ക്ക് താഴെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മേൽക്കൂര മറിഞ്ഞു വീണത്. 5 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 3 വണ്ടാഴി സ്വദേശികൾക്കും 2 അതിഥി തൊഴിലാളികൾക്കുമായിരുന്നു പരിക്കേറ്റത്. പിന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തലനാരയ്ക്ക് ഓടി രക്ഷപ്പെടുകയും നാട്ടുകാരെ വിവരം അറിയിക്കുകയും പിന്നീട് ഇവരെല്ലാം എത്തിയാണ് ഈ 5 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ ഇപ്പോഴും ഈ അസീസി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പരിക്കേറ്റ മുഴുവൻ ആളുകളും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുടപ്പല്ലൂരും അതുപോലെ തന്നെ മറ്റ് മേഖലയിലുമെല്ലാം കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരം കടപുഴകി വീണ് നിരവധി വൈദ്യുതി തൂണുകളെല്ലാം തകർന്നു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. രാത്രിയിൽ പല ഇടത്തും ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം പുലർച്ചയോടുകൂടി മാറ്റുകയായിരുന്നു. ഏതായാലും KSEBിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ മുടപ്പല്ലൂർ, ആലത്തൂർ, വടക്കഞ്ചേരി മേഖലയിലായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ വീടുകളിലുള്ള ആർക്കും തന്നെ പരിക്കേറ്റില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. സാന്ത്വനയും